Hello children, let's do the remaining problems today. Exercise 8.3, question number 7. Maria invested rupees 8,000 in a business. She would be paid interest at 5% per annum compounded annually. Find the amount credited against her name at the end of the second year, the interest for the third year. Maria invested the amount 8,000 ആണ്. Rate of interest 5% compounded annually. Okay, രണ്ട് കേസസ് നമുക്ക് കാണാനുണ്ട്. ഫസ്റ്റ് കേസ് വരുന്നത് എമൗണ്ട് കാണണം. ദാറ്റ് ഈസ് ദി എമൗണ്ട് ക്രെഡിറ്റഡ് ബൈ അറ്റ് ദി എൻഡ് ഓഫ് ദ സെക്കൻഡ് ഇയർ. രണ്ടാമത്തെ വർഷം വരുന്ന എമൗണ്ട് എത്രയാണെന്ന് കാണണം. ഓക്കെ, ആൻഡ് സെക്കൻഡ് കേസിൽ വരുന്നത് ഇൻട്രസ്റ്റ്. നമുക്ക് കാണേണ്ടത് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഫോർ ദ തേർഡ് ഇയർ. So it is given that P is equal to 8,000, R is equal to 5% and N. First case la namukku N varunathu second year lanu choദിchittulladu. That so N is 2. Okay, now let's see the formula. The formula will be A is equal to compounded annually aanu. So general formula aanu A is equal to P into 1 plus R by 100 whole raised to n, which is equal to P is 8,000 into 1 plus R is 5% whole raised to 2, which is equal to 8,000 into 1 plus ഈ 5 by 100 എന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. that is 1 time 10 ൽ 2 times 0, so 1 by 20 whole square, that is 8,000 into 20 into 1 20, 20 plus 1 21 by 20 whole square, that is equal to 8,000 into 21 by 20 into 21 by 20. Let's cancel the zeros. Now 80 2 തമ്മിൽ നമുക്ക് cancel ചെയ്യാം. 2 ൽ 1 time 80 ൽ 40 and ഈ 2 ഉം 40 നമുക്ക് cancel ചെയ്യാം 20. Okay, so it is equal to 20 into 21 into 21 and that will be 8,820. so second year ലുള്ള amount നമ്മൾ കണ്ടുപിടിച്ചു. This is the first case. ഇനി second case വരുന്നത് ഇൻട്രസ്റ്റ് ഫോർ ദ തേർഡ് ഇയർ. നമുക്ക് ഇൻട്രസ്റ്റ് ആണ് കാണേണ്ടത്, തേർഡ് ഇയറിൽ വരുന്ന ഇൻട്രസ്റ്റ്. അപ്പോൾ ആദ്യം നമുക്ക് എമൗണ്ട് നോക്കാം. P is 8,000, R is 5% and N is 3. തേർഡ് ഇയറിൽ വരുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. സോ N is 3 and the formula will be P into 1 plus R by 100 whole raised to N, which is equal to 8,000 into 1 plus 5 by 100 whole raised to 3, which is equal to 8,000 into 1 plus 5 by 100 എന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ we get 1 by 20 whole raised to 3, that is 8,000 into 20 into 1 20, 20 plus 1 21 by 20, 3 times ആണ്. So 21 by 20 into 21 by 20 into 21 by 20. Now let's cancel the zeros. Okay, and ഈ 8 ഈ 2 തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 8 ൽ 4 times. Again ഈ 4 ഉം ഈ 2 ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 2 വരും. And again ഈ 2 ഉം 2 ഉം ക്യാൻസൽ ആയി. So which is equal to 21 into 21 into 21, which is 9,261. ഓക്കെ, ഇതാണ് എമൗണ്ട്, തേർഡ് ഇയറിൽ വരുന്ന എമൗണ്ട്. ഇനി നമുക്ക് ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. സോ ഇൻട്രസ്റ്റ് ഫോർ ദ തേർഡ് ഇയർ, വി ഹാവ് ടു ഫൈൻഡ് ദ ഇൻട്രസ്റ്റ് ഫോർ ദ തേർഡ് ഇയർ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് സെക്കൻഡ് ഇയറിൽ വരുന്ന എമൗണ്ട് 8,820 ആണ്. തേർഡ് ഇയറിൽ വരുന്ന എമൗണ്ട് 9,261. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് സെക്കൻഡ് ഇയറും
തേർഡ് ഇയറിലേക്ക് വരാൻ എത്ര എമൗണ്ട് കൂടുതലായി എന്നുള്ളതാണ് ഇൻട്രസ്റ്റ് വരിക. ഓക്കെ, സെക്കൻഡ് ഇയറിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുമ്പോഴാണ് തേർഡ് ഇയറിലെ എമൗണ്ട് കിട്ടുക അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, തേർഡ് ഇയറിലെ എമൗണ്ടും സെക്കൻഡ് ഇയറിലെ എമൗണ്ടും മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 9,261 മൈനസ് 8,820 which is rupees 441. This is the interest for the third year. Question number 8. Find the amount and the compound interest on rupees 10,000 for 1.5 years at 10% per annum, compounded half yearly. Would this interest be more than the interest he would get if it was compounded annually? അതായത് ഫസ്റ്റ് കേസ് വരുന്നത് we have to find the amount and compound interest using principal amount 10,000, year 1.5 year, and a rate of interest 10%, and it is compounded half yearly. Compounded half yearlyയുടെ എമൗണ്ടും ഇൻട്രസ്റ്റും നമുക്ക് കാണണം. അതേപോലെ കോമ്പൗണ്ടഡ് ആനുവലിയും കണ്ടുപിടിക്കുക. എന്നിട്ട് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ചെയ്യുമ്പോഴാണോ ഇൻട്രസ്റ്റ് കൂടുതൽ വരുന്നത്, അതോ കോമ്പൗണ്ടഡ് ആനുവലി വരുമ്പോഴാണോ ഇൻട്രസ്റ്റ് കൂടുതൽ വരുന്നത്, ഏത് കേസിലാണ് ഇൻട്രസ്റ്റ് കൂടുതൽ വരിക, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ ഫസ്റ്റ് കേസിൽ നമുക്ക് we have to find for compounded half yearly. ഹാഫ് ഇയർലിയുടെ കേസ് നമുക്ക് ചെയ്ത് നോക്കാം, അതിനുശേഷം ഇയർലിയുടെ കേസും നോക്കാം. ഓക്കെ, സോ ഫോർ കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി we have P is equal to 10,000, R is equal to 10%, N is equal to 1.5 year. 1/2. 1/2 means 3/2 years. Okay, 2 into 1, 1, 2, 2 plus 1, 3, 3/2 years. The compounded half yearly ആണ്. So the formula will be A is equal to P into 1 plus R/2 into 1/100 whole raised to 2n. ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ദെൻ ഫൈൻഡ് ഇറ്റ്സ് ഇൻട്രസ്റ്റ് യൂസിങ് CI is equal to A minus P. ആദ്യം ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ദി എമൗണ്ട് യൂസിങ് ദിസ് ഫോർമുല, ദെൻ ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് യൂസിങ് ദ ഫോർമുല A minus P. ഇത് ഹാഫ് ഇയർലിയുടെ കേസിൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. അതേപോലെ ഫോർ കോമ്പൗണ്ടഡ് ആനുവലി നോക്കാം. For compounded annually, P is equal to 10,000, R is equal to same rate 10%, and N is equal to 1.5. ഇവിടെ കോമ്പൗണ്ടഡ് ആനുവലി ആണ് ആൻഡ് ഇയർ വരുന്നത് ഈ ഫോർമുല ആണ്. അപ്പോൾ നമ്മുടെ ഫോർത്ത് കേസ് ആണ്. സോ ദ ഫോർമുല വിൽ ബി A is equal to P into 1 plus R/100 whole raised to 1 into 1 plus 1/2 into R/100. ഫോർത്ത് കേസിലെ ഫോർമുലയാണ്, കാരണം കോമ്പൗണ്ടഡ് ആനുവലി ആണ് ആൻഡ് N is this form, മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. സോ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് എമൗണ്ട് കാണുക ആൻഡ് ഓൾസോ ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് യൂസിങ് A minus P. ഈ കേസിലും എമൗണ്ടും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കാണാം. അപ്പോൾ രണ്ട് കേസിലെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ ഏതാണ് കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത് അതാണ് നമുക്ക് നോക്കാനുള്ളത്. സോ യു write the answer for this problem. 9th question. Find the amount which Ram will get on rupees 4,996 if he gave it for 18 months at 12 1/2% per annum, interest being compounded half yearly. Okay, അപ്പോൾ എമൗണ്ട് പ്രിൻസിപ്പൾ ഇതാണ്. ഇയർ 18 months, N is 18 months, rate 12.5 years. We have to find the interest being compounded half yearly. Okay, so P is equal to rupees 4,096, R is equal to 12.5% ആണ്. ഇത് മിക്സ്ഡ് ആണ്. നമുക്കൊന്ന് നോർമൽ ഫ്രാക്ഷനിലാക്കുമ്പോൾ 12 into 2 24, 24 plus 1 25, 25/2%. Next N is 18 months. See, ഇവിടെ 18 month ആണ് തന്നിട്ടുള്ള മന്ത്സ്. നമുക്ക് എപ്പോഴും അതിനെ ഇയറിലേക്ക് ആക്കി മാറ്റണം. അപ്പോൾ മന്ത്സിനെ ഇയറിലാക്കാൻ വേണ്ടിയിട്ട് 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 18/12.
12. Okay, 18 by 12 becomes 6 in the multiples ആണ്. It will become 3 by 2. Okay, so n is equal to 3 by 2. In question the compounded half yearly ആണ്, so we can use the formula a is equal to p into 1 plus r by 2 into 1 by 100 all raised to 2n, which is equal to p is 4096 into 1 plus r is 25 by 2. 25 by 2 r by 2 ഉണ്ട്, അപ്പോൾ into 2. ഇവിടെ ഒരു 2 കൂടെ ഡിവൈഡ് ചെയ്ത് വരുന്നുണ്ട്, അതുകൊണ്ടാണ് 25 by 2 into 2 into 1 by 100 all raised to 2 into n is 3 by 2, which is equal to 4096 into 1 plus 25 by 4 into 1 by 100 all raised to ഈ 2 cancel ആയി ബാക്കി ഇവിടെ 3 ഉണ്ടാവും, which is equal to 4096 into 1 plus 25 100 നമുക്ക് cancel ചെയ്യുമ്പോൾ ഇവിടെ 5 times 20 times again 1 time 4 times, so 1 by 4 into 1 by 4 cube, that is 4096 into 1 plus 1 into 1 1, 4 into 4 16 all raised to 3, which is equal to 4096 into 16 into 1 7, 16 into 1 16, 16 plus 1 17 by 16 whole cube, that is 4096 into 17 by 16 into 17 by 16 into 17 by 16. Now ഇവിടെ 16ഉം ഇതും തമ്മിൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും, ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ആൻസർ കണ്ടുപിടിക്കാം. Okay, so next class we can discuss the other 3 problems, last 3 problems, question number 10, 11 and 12. See you next class. Thank you.